മുനമ്പത്തെ തീരദേശ ജനതയെ കുടിയിറക്കുവാനുള്ള വഖഫിന്റെ അന്യായ നടപടിക്കെതിരെ മുനമ്പം ഭൂസംരക്ഷണ സമിതി നടത്തുന്ന റിലേ നിരാഹാര സമരം 60 ദിവസം പിന്നിടുന്നു. മുനമ്പത്തെ വേളാങ്കണ്ണി മാതാ ദേവാലയ മുറ്റത്താണ് റിലേ നിരാഹാര സമരം നടക്കുന്നത്. ജനിച്ചു വളർന്ന ഭൂമിയിൽ തങ്ങളുടെ റവന്യൂ അവകാശം ഉറപ്പാക്കുന്നതുവരെ സമരം തുടരുമെന്ന ശക്തമായ നിലപാടാണ് സമരസമിതിക്കുള്ളത്. വഖഫിന്റെ അന്യായമായ അവകാശവാദത്തെ തുടർന്ന് കുടിയിറക്ക് ഭീഷണി നേരിടുന്ന മുനമ്പം ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം കഴിഞ്ഞ ഒക്ടോബർ 13-നാണ് ആരംഭിച്ചത്. തീരദേശ ജനത ഒന്നാകെ ഭൂസംരക്ഷണ സമിതി എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ടാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. സമരം ഇപ്പോൾ 60 ദിവസം പിന്നിട്ടു. മുനമ്പം വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടാണ് സമരസമിതിക്കുള്ളത്. സമരം 60 ദിവസം പിന്നിടുമ്പോഴും തർക്ക വിഷയത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ ഇതുവരെയും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായിരുന്ന CN രാമേന്ദ്രൻ നായരെ വിഷയം പഠിക്കാൻ കമ്മീഷനായി സർക്കാർ നിയമിച്ചത് മാത്രമാണ് ഇതുവരെയുണ്ടായ പുരോഗതി. മുനമ്പം ചെറായി തീരദേശ മേഖല വഖഫിൻ്റേതാണെന്ന അവകാശവാദത്തെ തുടർന്നാണ് മുനമ്പം മേഖലയിലെ 610ഓളം കുടുംബങ്ങൾ കുടിയിറക്ക് ഭീഷണി നേരിടുന്നത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഈ മേഖലയിലെ കുടുംബങ്ങൾക്ക് സ്ഥലത്തിൻ്റെ റവന്യൂ അധികാരം കൂടി നഷ്ടമായിരിക്കുകയാണ്. റവന്യൂ അധികാരം പുനഃസ്ഥാപിച്ച് കിട്ടാൻ ഹൈക്കോടതി ഉത്തരവ് നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഇടപെടുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇതുവരെയും പ്രാവർത്തികമായിട്ടില്ല. ഞങ്ങളുടെ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഈ ദിവസം വരെയും സ്റ്റേ പിൻവലിക്കാൻ പറ്റിയിട്ടില്ല. അതിനെക്കുറിച്ച് ഞങ്ങളിപ്പോൾ അടുത്ത ദിവസം മുഖ്യമന്ത്രിയായിട്ട് കാണുന്നുണ്ട്, രാജീവ് മന്ത്രിയായിട്ട് കാണുന്നുണ്ട്. ഈ സ്റ്റേ പിൻവലിക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ട് ഇതുവരെ സ്റ്റേ പിൻവലിച്ചിട്ടില്ല. ഞങ്ങളുടെ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടൊക്കെയാണ്. ഈ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചാലല്ലേ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, ഈ കടലിൽ വല്ല വെള്ളമോ ബോട്ടോ വല്ലതും കിടപ്പുണ്ടാവും, ഒന്നുമില്ല, കടലിൽ ഒരു സാധനമില്ല. ഇതെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പിള്ളേരൊക്കെ പഠിച്ച് കഴിഞ്ഞപ്പോൾ മഴ വരാൻ വേണ്ടി ചോരുന്ന പെരയും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പെൺപിള്ളേരുടെ വിവാഹങ്ങൾ, ഇവരെന്തും മനസാക്ഷിയില്ലാത്ത ആൾക്കാരാണ്. ഈ KM ഷാജി ഈ വിനാദയാൾ പറഞ്ഞിട്ട് അവിടുത്തെ പാവങ്ങളുടെ ഇയാൾക്ക് വക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? വക്കപ്പ് ഭൂമി അല്ല എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? വക്കപ്പ് ഭൂമി അല്ലല്ല. 90% ഇന്ത്യയിലുള്ള 90% ആൾക്കാരും ഇത് വക്കപ്പല്ല എന്ന് പറയാൻ നേരത്ത് ഇവർ 1-2 ആൾക്കാരല്ലേ ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് ശരിയാണത്. ഇത് എങ്ങനെയെങ്കിലും വിഷയം തീർക്കാൻ ഞങ്ങൾ നോക്കാൻ നേരത്ത് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയാൻ നേരത്ത് വീണ്ടും ഇപ്പോൾ സതീശിനെ പോലെ ആൾക്കാർ അതിനകത്ത് ക്രൂശിക്കപ്പെടും, ഗവൺമെൻറ് ക്രൂശിക്കപ്പെടും. കാരണം ഇത് ഒരുപാട് ആൾക്കാർ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞ് നിർത്തണം, ആവശ്യമില്ലാത്ത വർത്തമാനം നിർത്തണം, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ കടപ്പാടം തിരിച്ചു കിട്ടണം. ഇത് ആവശ്യമാണ്, ഇത് ചെയ്തേ പറ്റൂ. 1989 കാലഘട്ടത്തിൽ തങ്ങൾ വില കൊടുത്തു വാങ്ങിയ സ്ഥലത്തിനാണ് വഖഫ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. വഖഫ് ഈ മേഖലയിൽ അവകാശവാദം ഉന്നയിച്ചതോടെ സ്ഥലത്തിൻ്റെ കരമടയ്ക്കാനോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പോലും കഴിയാതെ വിഷമിക്കുകയാണ് തീരദേശ ജനത. മുനമ്പം വേളാങ്കണ്ണി മാതാവിൻ്റെ ദേവാലയത്തിന് മുന്നിലെ തിരുമുറ്റത്താണ് സമരപ്പന്തലിൽ നിരാഹാര സമരം നടത്തി വരുന്നത്. സമരത്തിന് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചു വരുന്നത്. മുനമ്പം പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന ഉറച്ച നിലപാടാണ് സമരസമിതിക്കുള്ളത്. വൈകാതെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയും സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നു.